Hey, my angels, and Aishwarya, and welcome to our channel, Blush with Ash, and welcome to a new day in my life. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 7 മണി കഴിഞ്ഞു കേട്ടോ. ഇന്ന് തേഴ്സ്ഡേ ആണ്. ഞാൻ കുറച്ച് ലേറ്റ് ഇട്ടാണ് എണീറ്റത്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഉണ്ണിക്കുട്ടിനെ സ്കൂളിൽ വിടേണ്ട ആവശ്യമില്ല. അവൻ 2 ദിവസം മുന്നേ കളിക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ട് തട്ടി വീണ് മുട്ട് അതിഭീകരമായിട്ട് പൊട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ അവൻ സ്കൂളിൽ പോയി. പക്ഷേ ഇന്നലെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര വേദനയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ ഇരുത്തിയേക്കാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ 2-3 യൂണിഫോംസ് ഒക്കെ ഉണ്ട്. ഒരെണ്ണം റെഗുലർ യൂണിഫോം, ടീഷർട്ടും ഡെനിമും, പിന്നെ യോഗയ്ക്ക് ഡാൻസിന് വേണ്ടി ഫുൾ ലെങ്ത് പാൻസ്, പിന്നെ ഷോർട്സ് സ്പോർട്സിന്. അപ്പോൾ ഇന്നലെ സ്പോർട്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അവന് ആ മുട്ടിലാണ് പൊട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്ത് വെച്ചതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ യോഗ ഡേ ആണ്. അപ്പോൾ ഫുൾ പാൻസ് ഇട്ടിട്ടൊന്നും അവന് പോകാൻ പറ്റില്ല. പിന്നെ മുട്ട് മടക്കിയിരിക്കുമ്പോൾ വേദനയുണ്ട്. പിന്നെ ബസ്സിൻ്റെ ഫ്രണ്ടിൽ മുട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നമായിട്ട് നല്ല കംപ്ലയിൻസ് ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നലെ അവൻ തന്നെ പറഞ്ഞ് പൊക്കോളാം എന്നിട്ടാണ് പോയത്. അപ്പോൾ ഇന്നലെ അവന് തന്നെ ഒരു സുഖമില്ല, കാല് നല്ല വേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവനെ സ്കൂളിൽ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിനോടനുബന്ധിച്ചിട്ടാണ് ഞാൻ ഇന്ന് എണീറ്റേക്കുന്നത്. ഞാൻ ആക്ച്വലി ഇന്നലെ വർക്കൗട്ടിന് കയറിയില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് 2 ദിവസമായിട്ട് തൊണ്ട ഭയങ്കര പ്രശ്നമാണ്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം. തൊണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയാണ്. ഒന്നെങ്കിൽ കൂടണം അല്ലെങ്കിൽ മാറണം. ഇത് അതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. കൂടണ്ട, മാറിയാൽ മതി. എന്നാലും ഒരു ചെറിയ ബോഡി പെയിനും ഒരു അൺഈസിനെസ്സും ഇല്ല. അതാണെങ്കിൽ 2-3 ദിവസമായിട്ടുള്ളത്. ഞാൻ വൈകുന്നേരം മുതൽ തുടങ്ങിയത്. അപ്പോൾ ഒരു സുഖമില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഞാൻ കയറിയില്ല. മാറുമെന്ന് വിചാരിച്ചു. ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വർക്കൗട്ടിന് കയറിയില്ല എന്നുള്ളൂ കേട്ടോ. മൺഡേയും കയറിയില്ല, വെനസ്ഡേയും കയറിയില്ല. പക്ഷേ ഞാൻ വാക്കിങ് ചെയ്യാറുണ്ട്. എൻ്റെ ഡയറ്റും പക്കയാണ്. ഡയറ്റൊന്നും ഞാൻ വിട്ടിട്ടില്ല. വായിൽ കൂടി തണുപ്പായിട്ട് ഇങ്ങനെ പുക വരണു. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. തണുപ്പുണ്ട് ഇവിടെ. തണുപ്പ് കുറഞ്ഞിട്ടില്ല. ചില ദിവസം നമ്മളോർക്കും തണുപ്പ് കുറഞ്ഞു എന്ന് വിചാരിക്കും. പക്ഷേ ചില ദിവസം നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ ഭയങ്കര തണുപ്പ് അങ്ങോട്ട് കൂടും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. നമ്മൾ വിൻ്റർ മാറിയിട്ടില്ല. സ്റ്റിൽ വി ആർ എൻജോയിങ് ദ വിൻ്റർ. ചില ദിവസം കുറച്ചധികം എൻജോയ്മെൻ്റ് ആയി പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ വർക്കൗട്ടിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ പോയി റെഡി ആവട്ടെ വേഗം. നമുക്ക് ആദ്യം പോയിട്ട് നമ്മുടെ പ്രീ വർക്കൗട്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നണം, പക്ഷെ നമുക്ക് നോക്കട്ടെ. ഇന്ന് പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ ഓട്സാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഫ്രൂട്ട്സും ഒന്നും തന്നെ ഇല്ല. അതായത് പഴം, മറ്റേ സ്മൂതി അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴമൊന്നുമില്ല. അപ്പോൾ ആകെയുള്ളത് ഓട്സാണ്. ഇന്ന് കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഓട്സ് ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഞാൻ. യെസ്, അപ്പോൾ അത് ഓട്സ് ഉണ്ടാക്കിയിട്ട് അവിടെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻ വൈൽ ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സ് മാറട്ടെ. ബിക്കോസ് ഇനി ഒരു 10 മിനിറ്റൊന്നും ഇല്ല നമ്മൾ വർക്കൗട്ടിന് കയറാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര രസമുള്ളൊരു ഔട്ട്ഫിറ്റാണ്. ഇന്നത്തെ മെഷ് ടോപ്പാണ്. എൻ്റെ മെഷ് ടോപ്പ് ആൻഡ് ബാക്കിൽ ഓപ്പണിങ് കണ്ടോ, നല്ല ഭംഗിയിൽ കാണാൻ. ആൻഡ് പാൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്. നല്ല രസമുള്ള പാൻറ്റാണ്. അത് കണ്ട ഇങ്ങനത്തെ മെർമെയ്ഡിൻ്റെ പാറ്റേൺ വരുന്ന പാൻറ്റാണ്. ഞാൻ മീൻസ് പാൻറ്റല്ല, ലെഗിങ്സാണ്. ഞാൻ എന്തായാലും അത് ജിമ്മിൽ പോയിട്ട് കാണിച്ചിട്ടാട്ടോ. ഇതെനിക്ക് ദീപ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ്. ബോർഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ തന്നെ വൈറ്റ് മെഷ് ടോപ്പും ഉണ്ട്. ആൻഡ് ഓൾസോ വേറൊരു നല്ലൊരു ബേജ് കളറ് ഒരു ലെഗിങ്സ് ഉണ്ട്. ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഇന്ന് ഇടുന്നേ ഉള്ളൂ കേട്ടോ. ഭയങ്കര കംഫർട്ടബിളാണ്, ഭയങ്കര ഭംഗിയാണ്. അതൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഈ പ്രാവശ്യം എല്ലാവരും എനിക്ക് ആക്റ്റീവ് റണ്ണിങ് ഷൂസ്, ആക്റ്റീവ് വെയറൊക്കെയാണ്, അങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാനപ്പോൾ എന്തായാലും വേഗം ഇറങ്ങട്ടെ. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈമായി. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടൊന്ന് റെഡിയാവും. നമുക്ക് വേഗം ജിമ്മിലേക്ക് പോകാം.
ഔട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്, ഒന്ന് വേർപ്പൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ ഒരു പാർക്ക് ബെഞ്ചിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, വെയിലും ഉണ്ട്. ഇപ്പോൾ കാണാൻ പറയാം, നല്ല വെയിലും ഉണ്ട്, അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വാക്കിംഗ് ചെയ്യാൻ ഇറങ്ങണില്ല, ബിക്കോസ് ഭയങ്കര വെയിലാണ്. എനിക്ക് ഈ വെയിലത്ത് നടത്തുന്ന തലവേദന വരും. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരം ടു രാത്രി ആ ടൈമിലാണ് ഞാൻ എൻ്റെ വാക്കിംഗ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്രണ്ട്സും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് അപ്ഡേറ്റ്. പിന്നെ ഞാൻ എന്തോ ഒരു കാര്യം, എൻ്റെ ഹെഡ്സെറ്റിനെ പറ്റി എപ്പോഴും കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇത് ബോട്ടിൻ്റെ ഹെഡ്സെറ്റാണ്. ഇതങ്ങനെ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റ് അല്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ മറ്റേ ചെറിയ എയർപോഡ്സ് അല്ല, ചെറിയ മറ്റേ ഇയർ പ്ലഗ്സ് പോലത്തെ സാധനമുണ്ട്. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്കൊന്ന് അതങ്ങനെ പ്ലഗ് പോലത്തെ സാധനം ചെവിയിൽ ഇരിക്കില്ല. മറ്റേ പഴയ ടൈപ്പ് ഹെഡ്സെറ്റ് ഒന്നും ഇപ്പോൾ കിട്ടാനും കൂടി ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇയർ പ്ലഗ്സ് വാങ്ങിക്കുമ്പോൾ സ്വെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്ലിപ്പായി പോകും എൻ്റെ ചെവിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് വീണ്ടും വെച്ച് കഴിഞ്ഞാലും അതിരിക്കില്ല. ആൻഡ് എനിക്കതിഷ്ടമല്ല ഇയർ പ്ലഗ് വെക്കണത്. എന്തൊരു ഇൻകൺവീനിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നെങ്കിൽ ചെവിയൊക്കെ വേനെടുക്കും കുറച്ച് നേരം കഴിയുമ്പോൾ. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് വാങ്ങിച്ചതാണ് ഈ ബോട്ടിൻ്റെ ഹെഡ്സെറ്റ്. എനിക്ക് തോന്നുന്നുണ്ട് ഇതെന്തോ 2100 ആണോ 1800 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതിൽ കൊടുത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ട് ലിങ്ക് ആഡ് ചെയ്യാം. ബിക്കോസ് എപ്പോഴും ചോദിക്കാറുണ്ട് ഹെഡ്സെറ്റ് നല്ലതാണോ എന്നുള്ളതും. പിന്നെ ഞാൻ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് പറയാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ലിങ്ക് ഒന്ന് മുന്നേ ഷെയർ ചെയ്യാത്തത്. ഇതിപ്പോൾ ഒരു സെപ്റ്റംബറിൽ വാങ്ങിച്ചതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 5 മാസത്തിന് മേലെ ആയില്ല യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. വർക്കൗട്ടിനൊക്കെ പെർഫെക്റ്റാണ്. നമ്മുടെ തലേന്നൊന്നും അനങ്ങും കൂടി ഇല്ല. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. കൊള്ളാം, അടിപൊളി. ഇതിൻ്റെ വേറെ കളേഴ്സ് ഐ തിങ്ക് വൈറ്റ് എന്തോ ഉണ്ടെന്ന് തോന്നണം. പക്ഷേ നമ്മൾ റഫ് യൂസിലൊക്കെ വൈറ്റൊക്കെ എടുത്താൽ ശരിയാവില്ല. ഞാൻ എൻ്റെ ഈ ബാഗിൽ എപ്പോഴും ഇങ്ങനെ ഇട്ടേക്കും. അപ്പോൾ അത് തലവേദനയല്ലേ, അപ്പോൾ അതിന് ബ്ലാക്കാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഒരു 2 months ഇരുന്നിട്ട് ഒന്ന് കാറ്റ് കൊണ്ടിട്ട് ഞാൻ വീട്ടിൽ പോകും. അപ്പോൾ ആ സമയത്തിൽ ഉണ്ണിക്കുട്ടിയൊക്കെ എണീറ്റിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പോയിട്ട് മെയിൽ എഴുതണം, കുറേ പണിയുണ്ടെന്ന്. അപ്പോൾ എന്താ നീ സ്കൂളിൽ പോകാത്തേന്ന്? കാലിലെന്താ? എല്ലാവർക്കും കാലുണ്ട്. എന്താ നീ പോകാതെ? കാണിച്ചു തരാട്ടോ അവൻ്റെ കാല് പൊട്ടിയത്. കെട്ടി വെച്ചേക്കണം ഞങ്ങൾ. ഭയങ്കര കാര്യമായിട്ടുള്ള പൊട്ടല്ല സംഭവിച്ചത്, ഒന്നും പറയണ്ട അല്ലേ. കൈ കാണിച്ചിട്ട് മറ്റേ കയ്യിലൊക്കെ ഉണ്ടല്ലോ കുറേ. ഇല്ലല്ലേ, ചെറിയ ഇവിടെ ഒരു ഒരയിൽ, പിന്നെ ഈ മുട്ടിലൊക്കെ ഇല്ലേ മടക്കി പിടിച്ചില്ല കൈ. ഇവിടെ ഒന്നും ഇല്ല, അവിടെയൊക്കെ ഒരു ഒരവുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് നിനക്ക് വേദന കുറഞ്ഞ രാവിലെ എണീറ്റിട്ട്? ഇത്തിരിയാ? സത്യം പറയടാ, കുറഞ്ഞാടാ. നടക്കാൻ പറ്റണ്ടോ നിനക്ക്? നടക്കാൻ പറ്റണ്ടോ നിനക്ക്? രാവിലെ വലിയ കാര്യത്തിൽ എണീറ്റ് വന്നിട്ടുണ്ടേ. ഇനിയിപ്പോൾ ഫുള്ള് TV കാണലായിരിക്കുള്ളൂ. ഇതൊക്കെയാണ് ഇവൻ്റെയൊക്കെ ഇപ്പോൾ പരിപാടി അല്ലേടാ. മുട്ടുവേദന പറഞ്ഞ് വീട്ടിലിരുന്നിട്ട് പിന്നെ TV കാണും മുട്ടുവേദനയുടെ പേരിൽ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി പോകാൻ പറയാം. ഞാനിത് പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. ഇനി ഞാൻ കുളിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. എന്നിട്ട് സ്റ്റുഡിയോയിലോട്ട് പോകണം. അങ്ങനെ കുറച്ചധികം പണിയുണ്ട്. വാവ എണീറ്റിട്ടില്ല. വാവ ഇവിടെ നല്ല ഉറക്കമാണ്. സുഖിച്ച് കിടന്ന് ഉറങ്ങണം. ഓക്കെ, ഭയങ്കര ഉറക്കം. ആളിങ്ങനെ കിടന്ന് ഉറങ്ങണ പോലെ കേട്ടോ. ഇതൊക്കെ കണ്ട, ഇവിടെ കണ്ട കയ്യിൽ കളർ തേച്ചിട്ട് ഇവിടെ മതിൽ മുഴുവൻ പ്രേതം കയറിയ അവസ്ഥയിലാണ് ഈ വീട് മുഴുവനും. കണ്ട ഇവിടെയൊക്കെ ഇതിൻ്റെ ഓണർ കണ്ട കരയും അയാൾ. ഞങ്ങളെപ്പോഴും പറയും വല്ല ഓണർ എങ്ങാനും ഒരു മിന്നൽ വിസിറ്റിന് ഈ വീട്ടിലേക്ക് വന്ന അയാൾ ചങ്ക് പൊട്ടി മരിക്കും എന്ന് പറയും. അങ്ങനെയാണ്. ഇവിടെ ഇവിടെ ഭയങ്കര പടം വരെയാണ്. അപ്പോൾ നമ്മളൊന്നും പറയൂല, വരച്ചോട്ടെ എന്ന് വിചാരിക്കും. എനിവേസ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുന്ന സമയത്ത് നമ്മൾ ഫുള്ള് റെനോവേഷൻ, അതായത് ഫുള്ള് പെയിൻ്റ് അടിക്കാനും ഫുള്ള് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മളുടെ അഡ്വാൻസ് നിന്ന് പൈസ വരെ എടുക്കും. അപ്പോൾ പണ്ട് നമ്മൾ താമസിച്ച വീടുണ്ടല്ലോ, മറ്റേ പഴയ വീട് ബാംഗ്ലൂരിലുള്ള ആദ്യം വന്നപ്പോൾ, ആ വീട്ടിൽ ഒരുപാടും ഉണ്ടായിരുന്നില്ല ആ മതലിൽ. എന്നിട്ട് നമ്മളുടെ അഡ്വാൻസ് അവർ തന്നേയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വിട്ടേക്കുന്നവർ. അതെന്തോ 10,75,000 രൂപ 80,000 രൂപ എന്നാണ്ട് നമ്മളന്ന് അഡ്വാൻസ് കൊടുത്തിട്ട് ഒരു പൈസ പോലും അവർ തിരിച്ചു വന്നില്ല. വീട് ഫുള്ള് സെറ്റാക്കാൻ വേണ്ടി നമുക്ക് ഈ പൈസ വേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ലാത്തൊരു വീടായിരുന്നു അത്. 2 കൊല്ലമേ ആകെ താമസിച്ചിട്ടുള്ളൂ. ഉണ്ണിക്കുട്ടി മതലിലൊന്നും വരയ്ക്കത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, അപ്പോൾ പിന്നെ കൊച്ചു വരയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ മതലിൽ വരയ്ക്കണമെന്നൊന്നും തടയാൻ പാടില്ലെന്നൊക്കെയാണല്ലോ പറയുന്നത്. അത് നമ്മൾ എൻകറേജ് ചെയ്യണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എനിവേസ് നമ്മളുടെ കയ്യിൽ നിന്ന് ഇവർ ഫുള്ള് ക്ലീൻ ചെയ്യാനും
ക്ലീനിങ് ഇൻ ദ സെൻസ് ലൈക്ക് പെയിൻ്റ് അടി എല്ലാ പരിപാടികൾക്കും അവർ പൈസ എടുക്കും എന്നായാലും. അപ്പോൾ പിന്നെ കൊച്ചു വരയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്. ഫുള്ള് ഇവിടെ അമ്മേനെ വരച്ചിട്ടുണ്ട്, മതെല്ലാം ഉണ്ണിക്കുട്ടിനെ വരച്ചിട്ടുണ്ട്, എല്ലാവരും വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവളടക്കം തുറക്കുന്ന സമയത്ത് ഞാൻ നമ്മളപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഓവർനൈറ്റ് ഓട്സ്. പക്ഷേ എന്താ അറിയില്ല, ഭയങ്കര തിക്കായിപ്പോയി പാല്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൈ കണക്ക് വെച്ചിട്ട് ഓട്സ് ഉണ്ടാക്കും കേട്ടോ. അന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. ഇന്നലെ എനിക്ക് അതുകൊണ്ട് മെഷറിങ് കപ്പൊക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കര മടിയായിട്ട് കൈ കണക്ക് വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. അതുപോലെ തന്നെ ഭയങ്കര തിക്കായിട്ട് പിന്നെ പാലിട്ടിട്ട് മിക്സ് ചെയ്യേണ്ടി വന്നു. നോക്കാം, ടേസ്റ്റൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഡ്ഡലിയും സാമ്പാറുമാണ്. അച്ഛേ ദോശയും സാമ്പാറുമാണ് കഴിക്കുന്നത്. ഞാൻ ഇന്നലെ ഓട്സിനിട്ടായിരുന്നു. കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഭയങ്കര പാലടിച്ച് ഒഴിച്ചിട്ട് കുറച്ച് മിക്സ് ആക്കിയിട്ടും ഒരു ഇത്തിരി തിക്കായിട്ടിരിക്കുകയാണ്. കൺസിസ്റ്റൻസി എത്രത്തോളം പോരാ. ഇങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് പറ്റുന്നത്. കഴിക്കണമെങ്കിൽ ഇച്ചിരി കുളമായി പോണത്. നമുക്ക് കഴിക്കാൻ വിഴുങ്ങാനൊക്കെ ഭയങ്കര പാടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഓവർനൈറ്റ് ഓട്സ് ഒന്നും അല്ല കേട്ടോ. ഇന്നലെ എനിക്ക് ദോശയായിരുന്നു. ഇന്ന് ഒരു തോന്നല്. ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? സാമ്പാറും കൂടി തരട്ടെ? പിന്നെ ബനാനയില്ല, വാങ്ങിക്കണം. മിക്സ്ചറും കൂടി തരട്ടെ? വേണോ? ഞാൻ കഴിക്കാൻ വേണ്ടി എണീറ്റ സമയത്ത്, മീൻസ് ഇരുന്ന സമയത്ത് ആ ടൈം ആയപ്പോഴാണ് വാവ എണീറ്റ് വന്നത്. പിന്നെ ബ്രഷൊക്കെ ചെയ്ത്, അപ്പോൾ എൻ്റെ അടുത്ത് അവൾ തന്നെ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് കൊടുത്താൽ മതിയെന്ന്. അല്ലേ? അതാണെങ്കിൽ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ കളിക്കാൻ വേണ്ടി പ്ലേ ഏരിയ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭയങ്കര കാറ്റാണ് ആ ഭാഗത്തെ. പക്ഷേ ഇതിനെ കുറച്ച് ദിവസമായി കളിക്കാൻ കൊണ്ടുപോയിട്ട്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇന്ന് എന്താ കോൾഡായിട്ടിരിക്കുകയാണ്. അയ്യോ, ക്ലൈമറ്റ് ഭയങ്കര അലമ്പാണ്. ഞാൻ എനിക്ക് എൻ്റെ തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പം അതിൻ്റെ കൂടെ ഞാനും ഒരു ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഞാനും ചായ കുടിക്കുകയാണ്. യെസ്, അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഏട്ടനും ഉണ്ട് ഇന്ന്. ഹായ് പറയട്ടാ. ഞാനും ഏട്ടനും കൂടി സ്റ്റുഡിയോ നേക്കാണ്. നമുക്കിനിയിപ്പോൾ വിഷുവിൻ്റെ സീസണൊക്കെ തുടങ്ങാറായില്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷൂട്ടിന് വേണ്ടിയിട്ട് ഇന്ന് കണ്ണപ്പന ഓഫ് ആയതുകൊണ്ട് കണ്ണപ്പനെ ഞാൻ കൂട്ടി. എനിക്കൊരു സഹായത്തിന് ശരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴൊക്കെയും നമുക്ക് കുറച്ച് ഹെക്റ്റിക്കായിട്ട് തോന്നും. പക്ഷേ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഓക്കെ, എസ്പെഷ്യലി നമ്മളിങ്ങനെ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും സെറ്റായിരിക്കും. ഒരാളും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്പാണത്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ണപ്പനെ കൂട്ടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഓൾസോ വൺ ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജ്വല്ലറിയിലേക്ക് നമ്മൾ ഇപ്പോൾ വിഷു സീസൺ ആയതുകൊണ്ട് കുറച്ച് സാരീസ് ആൻഡ് സെറ്റും കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഓണത്തിൻ്റെ സമയത്ത് ജ്വല്ലറീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റും കൊണ്ടും സെറ്റ് സാരിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ചേച്ചിന്ന്. അപ്പോഴാണ് നമുക്ക് സത്യം ആ ഒരു ഐഡിയ വന്നിട്ടോ. പിന്നെ ആ സമയത്ത് നമ്മൾ വെൻഡേഴ്സിനെ കണ്ടുപിടിക്കുക, പെട്ടെന്ന് സ്റ്റോക്ക് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളും വി വെർ ഓൾസോ ന്യൂ ടു ദ ബിസിനസ്. അപ്പോൾ നമുക്കും അറിയുണ്ടായിരുന്നില്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല ട്രസ്റ്റ് ആയിട്ടുള്ള വെൻഡേഴ്സിനെ കണ്ടുപിടിക്കാനൊക്കെ സമയമാണല്ലോ. ഇത് തപ്പി കണ്ടുപിടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്നേ ഞാൻ ഓർത്തായിരുന്നു വിഷുവിൻ്റെ സമയമാകുമ്പോഴത്തേക്കും നല്ല കുറച്ച് സാരീസ് സെറ്റ് മുണ്ടുകൾ നമുക്ക് നമ്മുടെ പേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. സോ സ്റ്റേ ട്യൂൺ. മേ ബി ഈ വ്ളോഗ് അപ്ലോഡ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ സാരീസിൻ്റെ കളക്ഷൻസൊക്കെ, സാരീസും സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻ അപ്പായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ആയിട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മളുടെ പേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് സാരിയാണ് കേട്ടോ. എന്തൊരു സുഖമെന്ന് അറിയാം. ഇതിൻ്റെ നമുക്ക് വേറെ ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഇതും അങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റ് സാരീസിന്, സെറ്റ് മുണ്ടിൻ്റെ മൾ കോട്ടൺ സാരീസിനും നമ്മൾ ഈ പ്രാവശ്യം വിഷുവിന് വേണ്ടി എടുത്തിട്ടുണ്ട് ജ്വല്ലറീസിൻ്റെ കൂടെ തന്നെ. സോ
എന്താ പറയുക, മോസ്റ്റ്ലി നമ്മൾ വെബ്സൈറ്റിലേക്ക് തന്നെയായിരിക്കും ഇതൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്കും കുറച്ച് ഈസിയാണ്, പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്കും കൺവീനിയൻ്റ് ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ജ്വല്ലറീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാച്ച് ചെയ്ത് നമ്മുടെ പേജിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് തന്നെ ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. സോ സാരി സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ കൂടെ ജ്വല്ലറീസ് ഉണ്ടെങ്കിൽ ജ്വല്ലറീസ് സെലക്ട് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു കൂട്ടായ്മ. അപ്പോൾ അതാണ് നമ്മളുടെ ഉള്ളിലത്തെ പ്ലാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്ന ഐഡിയ ആണ്, അപ്പോൾ ആ ഐഡിയക്ക് ഭയങ്കര ഒരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് റെസ്പോൺസ് എന്നുള്ളത്. സോ പ്ലീസ് സപ്പോർട്ട്. നമ്മളുടെ ജ്വല്ലറിക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഇതിനും ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ കളക്ഷൻ. ഭയങ്കര രസമുള്ള സാധനങ്ങളുണ്ട്, ഇനിയും നമുക്ക് സ്റ്റോക്ക് വരാനുമുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. പേജ് എന്തായാലും ജ്വൽ ബേബി ആഷ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി മറന്നു പോകണ്ട, ബിക്കോസ് അതിൻ്റെ അകത്തായിട്ടൊക്കെ നമ്മൾ മെജോറിറ്റി സാധനങ്ങൾ ഇടുന്നത്. ആൻഡ് കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരുന്നു സ്റ്റൈൽ ബേൻ്റെ അപ്ഡേറ്റ് എന്താന്ന്. സ്റ്റൈൽ ബേ ആസ് ഓഫ് നമ്മൾ പോസ് ചെയ്ത് വെച്ചേക്കാണ്. സ്റ്റൈൽ ബേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇമ്പോർട്ട് ഫാഷൻ നമ്മൾ ഒക്ടോബർ നവംബർ ആ സമയത്ത് തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് തൽക്കാലം നമ്മൾ പോസ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളുടെ മറ്റുള്ള കുറച്ചധികം തിരക്ക് കാരണം നമുക്ക് അതിനെ സ്റ്റോക്ക് എടുക്കാനുള്ള സാഹചര്യം ഇല്ല. ആൻഡ് ഞാൻ വിചാരിച്ച പോലത്തെ അത്ര ഈസിയുള്ള പരിപാടിയല്ല ഈ ഇമ്പോർട്ട് ഫാഷൻ എന്നുള്ളത് വേറെ സത്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് പേഴ്സണൽ കാര്യങ്ങളായിട്ട് നമ്മൾ വളരെ ബിസി ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ ഫോക്കസ് ഇപ്പം നമ്മൾ കൊടുക്കുന്നില്ല. സോ വി ആർ ട്രൈങ് ടു ബിൽഡ് നമ്മളുടെ ജ്വൽബേയും അതിൻ്റെ റിലേറ്റഡ് ആ ബ്രാൻഡ് നമ്മൾ ജ്വൽബേ ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ആസ് ഓഫ് നൗ ട്രൈ ചെയ്യുന്നത് മാക്സിമം. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ടാഗ് ചെയ്ത് കൊടുക്കാം പ്രോഡക്ട്സ്. നമ്മുടെ ജ്വൽബേ വെബ്സൈറ്റിൽ ഇത് ലൈവ് ആയിരിക്കും മോസ്റ്റ്ലി ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാണ്ട് പറഞ്ഞുകൊണ്ട്. ആൻഡ് ഓൾസോ പ്ലീസ് ഡു ഫോളോ നമ്മളുടെ പേജ് ജ്വൽബേ, സോ ദാറ്റ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് പേജിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ പണി തുടങ്ങട്ടെ കേട്ടോ. ഹലോ. അപ്പോൾ എൻ്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോവാം? ഇനി നമുക്ക് വീട്ടിൽ പോകാം. വിശക്കണം. ഓഗസ്റ്റ് 1:45. അപ്പോൾ ഞാൻ അധികം അടുക്കിപ്പറക്കൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ കിരൺ കൊണ്ടുപോയിട്ടുണ്ട് തിരിച്ച്. അപ്പോൾ എൻ്റെ ബാക്കി കയ്യിലുണ്ടെന്ന സാധനങ്ങൾ മാത്രം എടുത്ത് ഇറങ്ങിയാൽ മതി. എനിക്ക് വിശന്നിട്ട് വയ്യ. ഓൾസോ എനിക്ക് പനി വരണ പോലെയൊക്കെ തോന്നണമുണ്ട്, അത് വേറെ സത്യം. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം വീട്ടിലെത്താം. ഞാൻ വീട്ടിലെത്തിയിട്ട് വിശപ്പ് കാരണം തിന്ന് തീരാറായപ്പോഴാണ് വ്ളോഗ് ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. ഇന്ന് നമുക്ക് ചോറ്, മീൻകറി, കായ മെഴുക്ക് പുരട്ടി ആൻഡ് ഓൾസോ കുറച്ച് ചെമ്മീൻ വറുത്തതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ചോറിടാ വിശപ്പ് കാരണം തീരാറായിപ്പോയി. ഞാനിപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ട്. എന്ത് മധുരം കഴിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കാൻ തോന്നുമല്ലോ ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് കഴിയുമ്പോൾ. അപ്പം ഞാനിങ്ങനെ പ്രോട്ടീൻ വേഫേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ ഇതിൻ്റെ സൂപ്പർ യു രൺവീർ സിങ്ങിൻ്റെ അത് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്ക് പറഞ്ഞെടുത്ത് കഴിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഒരു സാധനം വാങ്ങിച്ചതാണ് എന്നിട്ട് കൈ കൊണ്ട് തന്നതാണ് പ്രോട്ടീൻ ബാർ. ഞാനിങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സർപ്രൈസ്ഡ് ആയി പോയിട്ടോ. ബിക്കോസ് നമ്മൾ ഭയങ്കര കാര്യമായിട്ട് ഡയറ്റ് നോക്കുകയും വർക്കൗട്ട് ചെയ്യുകയും വാക്കിങ്ങിന് പോകണേയും സീരിയസ് ആയിട്ട് നമ്മൾ വർക്കൗട്ടും ഹെൽത്ത് നോക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്കത് മധുര സാധനങ്ങൾ വാങ്ങിച്ചൊന്ന് നശിപ്പിക്കേണ്ട എന്നൊരു ആഗ്രഹം തോന്നിയേ. എന്നുവെച്ചാൽ അമ്മ പിള്ളേരുമായിട്ട് പുറത്ത് പോകുമ്പോൾ പിള്ളേർക്ക് അമ്മ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ട് വരാറുണ്ട്. അപ്പോൾ അമ്മ അതിന് വിപരീതമായിട്ട് നമുക്ക് ഈ പ്രശ്നം പ്രോട്ടീൻ ബാർ തന്ന് മാതൃകയായി എൻ്റെ അമ്മ. ഓൾസോ അതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലൊക്കെ റീൽസ് ഫോർവേഡ് ചെയ്യുമ്പോൾ അമ്മ ഇപ്പം എനിക്ക് അയക്കുന്നത് പണ്ട് എനിക്ക് അയച്ചുകൊണ്ടിരുന്നത് കുക്കിംഗ് റെസിപ്പീസ്, അപ്ഡേറ്റ്, ന്യൂസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ബട്ട് ഇപ്പോൾ എൻ്റെ അമ്മ അയക്കുന്നത് ജിമ്മന്മാരുടെ കോമഡിയാണ്. അപ്പം എന്തൊരു വ്യത്യാസം എൻ്റെ കുടുംബത്തിൽ ഇത് കാരണം ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ. വേറെ സംഭവം പറഞ്ഞിട്ടെ, വാവ സ്കൂളിൽ പോകണില്ലല്ലോ. അപ്പം നമ്മളാണ് വീട്ടിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ എഴുതിക്കുന്നത്. അമ്മയാണ് പഠിപ്പിക്കുന്നത്, നമ്മളല്ല അമ്മ. ഓക്കെ, അമ്മയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം അവൾ കൗണ്ട് ചെയ്ത് അപ്പോൾ അവളിങ്ങനെ എല്ലാം ചോദിക്കും കേട്ടോ. അവൾ കഴിക്കണ ഫുഡ് പ്രോട്ടീനാണോ, ചിക്കൻ പ്രോട്ടീനാണോ, മുട്ട പ്രോട്ടീനാണോ, അപ്പോൾ ഫുഡ് ഇത് ജങ്ക് ഫുഡാണോ, അത് നല്ല ഫുഡാണോ, ഇത് ക്ലീൻ ഫുഡാണോ, അങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും. ബിക്കോസ് ഐ എം ഇൻഫ്ലുവൻസിങ് മൈ കിഡ്സ് ഇൻ എ വെരി റൈറ്റ് വേ. ബിക്കോസ് ദി ആർ തിങ്കിങ് ട്വൈസ് ബിഫോർ ദേ ഈറ്റ് എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മൂത്തവൻ അങ്ങനത്തെ ചിന്തയൊന്നുമില്ല കേട്ടോ. ഇവളാണ് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഡിസ്കഷൻ, സ്കൂളിൽ പോകാത്തതുകൊണ്ടുള്ള ഡിസ്കഷനിൽ വരുന്നത്. അപ്പോൾ അവൾക്കാണ് ഈ വക എൻ്റെ വയറ്, എൻ്റെ ആബ്സ് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് തുറന്നൊക്കെ കാണിക്കും. അപ്പോൾ ഒരു ദിവസം അവൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 15, 16, 17, 18, 19 പ്രോട്ടീൻ. ഐ വാസ് ലൈക്ക് വാട്ട് പ്രോട്ടീൻ? നമ്മുടെ 20 ഉള്ളത് നീ പ്രോട്ടീൻ കൈവിട്ട് പോകരുത്. അപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓവറാണോ? അപ്പോൾ അവിടെ 19 കഴിഞ്ഞ പ്രോട്ടീൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് അവൾ. അപ്പോൾ കോമഡി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അമ്മ വാങ്ങിച്ചെന്ന പ്രോട്ടീൻ ബാർ കഴിക്കട്ടെ.
ടൈം ഒന്ന് പറയണ്ടേ, ഞങ്ങൾ ഇന്ന് തന്നെ പറ്റുവാണെങ്കിൽ സാരീസ് അതെന്താ അത് വരുന്നു. ഞങ്ങൾ വെബ്സൈറ്റിലേക്ക് സാരീസ് അപ്ലോഡ്, ഒരു മിനിറ്റ് പോണേ ആണോ, അപ്പോൾ ഞങ്ങൾ വെബ്സൈറ്റിലേക്ക് സാരീസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെങ്കിൽ ഇത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാമല്ലോ എന്നുള്ളൊരു പ്ലാനിലാണ്. പക്ഷേ ഇങ്ങനെ വെബ്സൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നും ആയിട്ടില്ല. വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ വെബ്സൈറ്റിലേക്കുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ, അതിൻ്റെ ഒരു പരിപാടിയിലാണ്. അതിൻ്റെ ഇടയിൽ കൂടി ചായ കുടിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഒരു 7:45 ഒക്കെ ആയി. ഞാനപ്പോൾ ഒരു 2 ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ചൂടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി തോന്നണം. മുട്ട കഴിക്കണമെന്ന് ഓർത്തു, പക്ഷേ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ദോശയും കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ ഞാൻ അതും ഇതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. മിസ്ലി ഇല്ല, ഫ്രൂട്ട്സ് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ എനിക്ക് പറ്റിയ ഡിന്നറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. 2 ദോശ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഉണ്ണിക്കുട്ടിയും ദോശ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ. എനിക്ക് ഞാൻ വേറെ ഒന്നും കഴിക്കാണ്ട് ദോശ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നന്നായി തോന്നും. ബിക്കോസ് എൻ്റെ തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം. ഞാനിങ്ങനെ ഫോണൊക്കെ ചെയ്ത് എൻ്റെ തൊണ്ടയൊക്കെ പഴുത്ത് ചീഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ദോശയും ചൂട് സാമ്പാറും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല സുഖം കേട്ടോ. ഇനി നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാൻ പോകും. സോ നമുക്ക് വേഗം കഴിക്കാം. ഞാനങ്ങനെ ഫുഡും കഴിച്ചിട്ട് എനിക്ക് കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു. കുറച്ചധികമൊന്നുമല്ല, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് ഞാനൊരു നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. പക്ഷെ എൻ്റെ സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര തണുപ്പുണ്ടെന്നൊന്നും ഓർക്കണം കേട്ടോ. അങ്ങനെ ഒന്നും വലിയ തണുപ്പൊന്നുമില്ല. പക്ഷെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അറിയുള്ളൂ നല്ല തണുപ്പുണ്ടോ കാറ്റുണ്ടോ എന്നൊക്കെ ഉള്ളതേ. അപ്പോൾ ഞാനൊരു പ്രൊട്ടക്ഷൻ ഞാൻ ചെവിയിൽ നിന്ന് വെക്കുന്ന അതും എടുത്തിട്ടുണ്ട്. വോൾസും സ്വെറ്റർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വേർക്കും. ഇന്നത്തെ ദിവസം വേർക്കാനുള്ള ദിവസമാണ്. ഞാനല്ല, എനിക്കൊരു പനിക്കോളം തൊണ്ടവേനയൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ വെക്കുന്നത് എൻ്റെ സേഫ്റ്റിക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ എൻ്റെ 1 hour ഓഫ് വാക്കിംഗ് കണ്ടിന്യൂ ചെയ്യട്ടെ.